ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞൊരു കുറേ ക്ലാസ്സുകളായിട്ട് ദശാംശ സംഖ്യകളെ കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അതിൽ 2023, 24, 2022, 22, 23, 24 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ദശാംശ സംഖ്യകളുമായി കണക്ട് ചെയ്തിരുന്ന എല്ലാ PYQസും ആഡ് ചെയ്ത സെക്ഷൻസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ അതിൽ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി മാക്സിമം ക്വസ്റ്റ്യൻസ് ഈ സെക്കൻഡ് പാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഓരോ ക്വസ്റ്റ്യൻസും ചെയ്തു നോക്കാം. എല്ലാം PYQ ആണ്. അതായത് ഓരോ വർഷവും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ടും കാണാറുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും കളക്ട് ചെയ്തിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പോകാം. 16 എന്ന നമ്പർ ഇട്ടിരിക്കുന്നത്, അതായത് 15 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ് 19/125ന്റെ ദശാംശ രൂപം കാണുക. 19/125 ആണ്. അപ്പൊ എങ്ങനെ ചെയ്യാം? വളരെ എളുപ്പത്തിൽ ചെയ്യാം അല്ലെ. എന്റെ ക്ലാസ് കംപ്ലീറ്റ് കണ്ടവർക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും. അതായത് 19/125, 125നെ നമുക്ക് ഏത് 10ന്റെ പവേഴ്സ് ആക്കി മാറ്റണം അല്ലെ. 10ന്റെ പവേഴ്സ് ആക്കി മാറ്റാൻ വേണ്ടി ഏതുകൊണ്ട് ഗുണിച്ചാൽ മതി? 125 എന്നത് 5 ഗുണിക്കണം 5 ആണ്. അപ്പോ അതിനെ 10 ആക്കാൻ വേണ്ടിട്ട് 2 കൊണ്ട് ഗുണിക്കുക അല്ലെ. 2 കൊണ്ട് ഗുണിക്കുക. അപ്പൊ നമുക്ക് അംശത്തിൽ ഏതുകൊണ്ട് ഗുണിച്ചാൽ മതി? 3 2 വേണമല്ലേ ഇവിടെ. അപ്പോ 8 കൊണ്ട് ഗുണിക്കുക. ഛേദത്തിലും 8 കൊണ്ട് ഗുണിക്കുക. 19 ഗുണിക്കണം 8 152 എന്ന് വരും. 152. 125 ഗുണിക്കണം 8 എത്രയാണ്? 1000 എന്ന് വരും അല്ലെ. 1000. അപ്പൊ ഇവിടെ 3 0 ഉണ്ട്. അപ്പൊ 3 ദശാംശ സ്ഥാനം വേണം. 0.152, 0.125 ആയിരിക്കും ഇതിന്റെ ആൻസർ. ഇത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ വീഡിയോസ് കാണുക കേട്ടോ. വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി എക്സാമ്പിൾസും ചെയ്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 21 സ്ക്വയർ 441 ആയാൽ റൂട്ട് 4.41ന്റെ വില എത്രയാണ്? റൂട്ട് 4.41. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റൂട്ട് 4.41 ആണ്. റൂട്ട് 4.41 അല്ലെ. 4.41 ആണ്. അപ്പൊ ഈ പോയിന്റ് ഒഴിവാക്കുക. പോയിന്റ് ഒഴിവാക്കാൻ വേണ്ടി എത്ര കൊണ്ടാ ഹരിക്കേണ്ടത്? പോയിന്റിന് ശേഷം 2 നമ്പറാ ഉള്ളത് അല്ലെ. പോയിന്റിന് ശേഷം 2 നമ്പറാ ഉള്ളത്. അപ്പൊ നമുക്ക് ആ പോയിന്റ് അങ്ങ് ഒഴിവാക്കാം. പോയിന്റ് ഒഴിവാക്കുമ്പോൾ ഏതുകൊണ്ട് ഹരിക്കാം? ഏതുകൊണ്ട് ഹരിക്കണം? 2 പോയിന്റ് ആയതുകൊണ്ട് 100 കൊണ്ട് ഹരിക്കുക. 100 കൊണ്ട് ഹരിക്കുക. അപ്പൊ റൂട്ട് 441/100. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? അംശത്തിന്റെ റൂട്ട് 441 ഛേദത്തിന്റെ റൂട്ട്. ഛേദത്തിന്റെ റൂട്ട് 100. അപ്പൊ റൂട്ട് 441 എത്രയാണ് തന്നിട്ടുണ്ട്? 441 റൂട്ടല്ല. 441 ഏതിന്റെ സ്ക്വയർ ആണ് തന്നിട്ടുണ്ട്? 21ന്റെ സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ നമുക്ക് 441നെ 21 സ്ക്വയർ എന്ന് എഴുതാം. റൂട്ട് 10 എത്രയാണ്? റൂട്ട് 10. 10 ഏതിന്റെ സ്ക്വയർ ആണ്? 10 ഏതിന്റെ സ്ക്വയർ ആണ്? 10ന്റെ സ്ക്വയർ. ഈ സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ റൂട്ട് 21. സ്ക്വയറും സ്ക്വയർ റൂട്ടും വന്നാൽ ക്യാൻസൽ ചെയ്ത് പോകുന്ന അറിയാം അല്ലെ. 21 അതുപോലെ 10 എന്ന് വരും. 10 റൂട്ട് 10 റൂട്ട് 100 എന്ന് പറയുന്നത് 10 ഡയറക്റ്റ് എടുത്ത് എഴുതാം കേട്ടോ. റൂട്ട് 441 21 എന്ന് എടുത്ത് എഴുതാം. അത് നമുക്ക് ആ സ്റ്റെപ്പ് ഒഴിവാക്കാം. ഇത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പും കൂടി പറഞ്ഞു തന്നത്. സ്ക്വയറും സ്ക്വയർ റൂട്ടും ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്ത് പോകും. 21/10 എന്ന് വരും. 21/10. അപ്പൊ 10 ഒരു 0 ആണുള്ളത് അല്ലെ. അപ്പൊ എങ്ങനെ എഴുതാം? 2.1 എന്ന് എഴുതാം. 2.1. ഓപ്ഷനിൽ എന്തൊക്കെയാ തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഓപ്ഷൻ എ 21 തന്നിട്ടുണ്ട്. ഓപ്ഷൻ ബി 0.21 എന്ന് തന്നിട്ടുണ്ട്. ഓപ്ഷൻ സി 2.1 എന്ന് തന്നിട്ടുണ്ട്. ഓപ്ഷൻ ഡി 0.021 എന്നിട്ടുണ്ട്. അപ്പൊ ഏതാണ് കറക്റ്റ്? 2.1. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 2.1 ആണ് അതിന്റെ വില. 2.1. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൂട്ട് 1.44 സമം ഡാഷ്. റൂട്ട് 1.44 സമം ഡാഷ്. തൊട്ട് മുന്നേ ചെയ്ത അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ റൂട്ട് 1.44 അല്ലെ. 1.44 ആണ്. പോയിന്റിന് ശേഷം എത്ര നമ്പർ വന്നു? 2 നമ്പർ വന്നു. അപ്പൊ നമുക്ക് പോയിന്റ് ഒഴിവാക്കാൻ വേണ്ടിട്ട് ഏതുകൊണ്ട് ഹരിക്കാം? ഏതുകൊണ്ടാ ഹരിക്കുക? പോയിന്റ് കളയാ. പോയിന്റിന് ശേഷം 2 സ്ഥാനം ഉള്ളത് കൊണ്ട് 100 കൊണ്ട് ഹരിക്കുക അല്ലെ. 100 കൊണ്ട് ഹരിക്കുക. അപ്പൊ നമുക്ക് സെപ്പറേറ്റ് എടുത്ത് എഴുതാം അല്ലെ. 144 റൂട്ട് 100 എന്ന് എടുത്ത് എഴുതാം. റൂട്ട് 144 ഏതിൻ്റെതാണ്? 12 സ്ക്വയർ എത്രയാണ്? 12 ഗുണിക്കണം 12 144 ആണ് അല്ലെ. അപ്പൊ റൂട്ട് 144നെ
12 എന്നെടുത്ത് എഴുതാം. അതുപോലെ 100 എന്ന് പറയുന്നത് 10ന്റെ സ്ക്വയർ ആണ് അല്ലെ, 10 സ്ക്വയർ ആണ് 100. അപ്പൊ റൂട്ട് 100 10 എന്നെടുത്ത് എഴുതാം. 12/10 12/10 എന്നത് 1.2 ആണ്. 1.2. അപ്പൊ ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 1.2. 1.363 പ്ലസ് 8.965 പ്ലസ് 0.0354 പ്ലസ് 0.0068 ആഡ് ചെയ്യാനാണ് അല്ലെ. അപ്പൊ ഡയറക്റ്റ് ഇങ്ങനെ ആഡ് ചെയ്യുന്നവരെ താഴെ എഴുതിയിട്ട് ആഡ് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പോയിന്റ് വ്യത്യാസം വരാം. നമ്മൾ എന്ത് ചെയ്യും? 8ഉം 4ഉം അല്ല അല്ലെ. ആദ്യം സാധാരണ നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന പോലെ ഇത് ആഡ് ചെയ്തും. ഇത് നമ്പേഴ്സ് അല്ല, അതിന്റെ കൂടെ ഡെസിമൽ പാർട്ടും കൂടി വരുന്നുണ്ട്. അപ്പൊ ഡയറക്റ്റ് ആഡ് ചെയ്താൽ ആൻസർ കിട്ടില്ല. ഇങ്ങനെ എടുത്ത് എഴുതുക, താഴെ എടുത്ത് എഴുതുക. 3 6 3. അടുത്തത് 8.965. അടുത്തത് 0.0354. അടുത്തത് 0.0068. ഇനി ആഡ് ചെയ്യുക കേട്ടോ. 8 + 4 12 എന്ന് വരും അല്ലെ. 12 1 വരും. ഇനി ഇവിടെ എത്ര വരും? 5 5 10, 10ഉം 4ഉം 14ഉം 6ഉം 20 വരും അല്ലെ. 20 0, ബാക്കി 2 വരും. 12 14 എത്ര വരും? 17 വരും. 17 1, 10 13 വരും അല്ലെ. 13, 8 1 9 1 10 10 10.3702. 10.3702 ആണ് വരിക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഡയറക്റ്റ് ആഡ് ചെയ്യാൻ വേറൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ PYQs ആണ്. ഇപ്പൊ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ പോയിന്റ് ഡെസിമലിന്റെ സ്ഥാനം, അതായത് 10ൽ 1ന്റെ സ്ഥാനം ഒരുമിച്ചെടുത്ത് എഴുതുക, 100ൽ 1ന്റെ സ്ഥാനത്ത് വരുന്നത് ഒരുമിച്ചെടുത്ത് എഴുതുക, 1000ൽ 1ന്റെ അതേപോലെ സെപ്പറേറ്റ് എടുത്ത് എഴുതിയാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. എഴുതുമ്പോഴൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമുക്ക് അഡീഷൻ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലെ. അഡീഷൻ കറക്റ്റ് ചെയ്താൽ നമുക്കിത് 1 മാർക്ക് ഷുവർ ആയിട്ട് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 20.94 എന്ന ദശാംശ സംഖ്യയിൽ എത്ര നൂറിലൊന്നുകളുണ്ട്? നമ്മൾ ഇതൊക്കെ കുറേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്തതാണ് അല്ലെ. 20.94 ഡീറ്റെയിൽഡ് ക്ലാസ് ഉണ്ട് കേട്ടോ. എല്ലാത്തിന്റെയും ക്ലാസ് അവൈലബിൾ ആണ് എൻ്റെ ചാനലിൽ. അപ്പോൾ 10ൽ 1 100ൽ 1. ഈ 9 ഏതാണ്? 9ന്റെ സ്ഥാനത്ത്, അതായത് 10ൽ 1കളാണ് 9. എത്ര 10ൽ 1കളുണ്ട്? 9 10ൽ 1കളുണ്ട്. 4 എന്ന് പറയുന്നത് 100ൽ 1കളാണ് അല്ലെ. അപ്പൊ ഇവിടെ എത്ര 100ൽ 1കളുണ്ട്? 4 100ൽ 1കളുണ്ട്. 10ൽ 1കൾ 9, 100ൽ 1കൾ 4. അപ്പൊ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? എന്ന ദശാംശ സംഖ്യയിൽ എത്ര 100ൽ 1കളുണ്ട്? എത്ര 100ൽ 1കളുണ്ട്? 4 100ൽ 1കളുണ്ട്. അപ്പൊ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 4 100ൽ 1കളുണ്ട്. ഇനി എത്ര 10ൽ 1കളുണ്ട് എന്ന് ചോദിച്ചാലോ? 10ൽ 1കൾ 9. എത്ര 1000ൽ 1കളുണ്ട്? 1000ൽ 1കൾ നമുക്ക് ഇവിടെ സംഖ്യയില്ല, അപ്പൊ എന്ത് പറഞ്ഞാൽ മതി? 0. എത്ര 10,000ൽ 1കളുണ്ട്? പിന്നെ അതൊക്കെ 0 ആയിരിക്കും കേട്ടോ. 0 ആണ്. അപ്പൊ ഇവിടെ 100ൽ 1കളുടെ എണ്ണം 4 100ൽ 1കളുണ്ട്. 9 10ൽ 1കളുണ്ട്. പിന്നെ 0 എന്ന് പറയും. പിന്നെ ഇങ്ങോട്ട് വരുന്നത് നമുക്കറിയാം അല്ലെ. എന്താണ്? ഒറ്റയുടെ സ്ഥാനം, 10ന്റെ സ്ഥാനം, 100ന്റെ സ്ഥാനം, അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. 18.793 18.793 ഏത് സംഖ്യ കൂട്ടിയാൽ 50 കിട്ടും? ഏത് സംഖ്യ കൂട്ടിയാൽ 50 കിട്ടും? അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 18.793 ഒരു സംഖ്യ കൂട്ടുക. ഒരു സംഖ്യ കൂട്ടിയാൽ എത്ര കിട്ടണം? നമുക്ക് 50 കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഈ സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. എന്ത് ചെയ്താൽ മതി? 50ൽ നിന്ന് ഈ സംഖ്യ കുറച്ചാൽ മതി അല്ലെ. 18 അതായത് എന്ത് ചെയ്യുക? 50ൽ നിന്ന് ഏത് സംഖ്യ കുറക്കുക? 18.793 കുറക്കുക, മൈനസ് ചെയ്യുക. അപ്പൊ 50ന് ദശാംശ സ്ഥാനവും ഇല്ലല്ലോ. നമുക്ക് എന്ത് ചെയ്യാം? അതിന് 0 0 0 എന്ന് കൊടുക്കുക കേട്ടോ. കുറക്കുക. അപ്പൊ നമുക്ക് ഇവിടുന്ന് കടെടുക്കണം അല്ലെ. എന്നെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മുകളിലൊക്കെ 0 ആണ്. 0ൽ നിന്ന് 3 കുറക്കാൻ കഴിയില്ല. 0ൽ നിന്ന് 9 കുറക്കാൻ കഴിയില്ല. 0ൽ നിന്ന് 7 കുറക്കാൻ പറ്റില്ല. അപ്പൊ കടെടുക്കുക. അപ്പൊ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണേ 5ന്ന് സ്റ്റാർട്ട് ചെയ്യണം അല്ലെ. 5ന്ന് ഒന്ന് തൊട്ടടുത്തേക്ക് കടെടുക്കുക. അപ്പൊ 5 4 ആകും, ഇത് 10 ആകും. ഇനി 10ന്ന് തൊട്ടടുത്ത സൈഡിലേക്ക് എടുക്കുക. 10 9 ആകും, ഇവിടെ 10 വരും. പിന്നെ അതേ സ്റ്റെപ്പ് ചെയ്യുക കേട്ടോ. അറിയുന്നവര് എളുപ്പത്തിൽ ചെയ്യുക കേട്ടോ. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞിരുന്നത്.
അപ്പൊ ഇനി ഇവിടെ 10 അല്ലെ, 10 3 കുറച്ചാൽ 7, 9 9 കുറച്ചാൽ 0, 9 7 കുറച്ചാൽ 2, 9 8 കുറച്ചാൽ 1, 4 1 കുറച്ചാൽ 3. അപ്പൊ എത്രയാ വരിക? 31.207. 31.207. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് അല്ലെ, 31.207. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 50 കിട്ടുമോ നോക്കാം. 18.793 31.207 ഒന്ന് ആഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടണം? 50 കിട്ടണം അല്ലെ. 7 3 10 0, 9 1 10 0, 7 3 10 0, പോയിന്റ് വന്നു 8 1 9 1 10, 3 4 1 5. എത്ര വന്നു? 50 തന്നെ വന്നില്ലേ? അപ്പൊ കറക്റ്റ് ആണ് കേട്ടോ. 31.207 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 13.01 പ്ലസ് 14.032 മൈനസ് 10.43. അതായത് ഇവിടെ അഡീഷനും വരുന്നുണ്ട്, സബ്ട്രാക്ഷനും വരുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? ഫസ്റ്റ് അഡീഷൻ്റെതൊക്കെ ചെയ്യുക, പിന്നെ സബ്ട്രാക്ഷൻ ചെയ്യുക കേട്ടോ. ഡയറക്റ്റ് ചെയ്യാനാവുന്നവർ ഡയറക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ബേസ്, മാത്സിന്റെ ബേസ് ഇല്ലാത്തവർ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. 13.01 14.032 കൂടി ഫസ്റ്റ് ആഡ് ചെയ്യുക. ആഡ് ചെയ്താൽ എത്രയാ വരിക? ഇവിടെ 0 കൊടുക്കുക അല്ലെ. 0 2 2 4 0 വരും. 7 27 വരും. ഇനി 27 ഏത് മൈനസ് ചെയ്യുക? 10.41 കുറക്കണം. 10.43 3 ദശാംശ സ്ഥാനാക്കാൻ വേണ്ടി ഒരു 0 കൊടുക്കുക കേട്ടോ. 2 0 കുറച്ചാൽ 2, 4 3 കുറച്ചാൽ 1, 0 4 കുറക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ ഒന്ന് കടെടുക്കുക. കടെടുക്കുമ്പോൾ ഇവിടെ 10 വരും, ഇവിടെ 6 വരും. 10 4 കുറച്ചാൽ 6, പോയിന്റ് 6 0 കുറച്ചാൽ 6, 2 1 കുറച്ചാൽ 1. അപ്പൊ എത്രയാ വരിക? 16.612. 16.612. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 16.612. അപ്പോൾ സെയിം സൈൻ ഉള്ളത് ഫസ്റ്റ് ആഡ് ചെയ്ത് വെക്കുക. ഇനി ചില കേസിൽ 2 മൈനസ് ഒക്കെ വരും കേട്ടോ. അപ്പൊ ആ 2 മൈനസ് ഉള്ളത് ആഡ് ചെയ്ത് വെക്കുക. സെയിം സൈൻ ഉള്ളത് ആദ്യം ആഡ് ചെയ്ത് വെക്കുക, എന്നിട്ട് മൈനസ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ. 0.49 ഹോൾ റേസ് ടു 6നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 0.49 കിട്ടും? അതായത് 0.49 ഒക്കെ നമുക്ക് ഇങ്ങനെ എഴുതുന്നുണ്ട് കേട്ടോ. ഡയറക്റ്റ് ഇപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അപ്പൊ ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞാൽ 0.49 ഹോൾ റേസ് ടു 6നെ ഒരു നമ്പർ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടണം? 0.49 കിട്ടണം. അതായത് ഈ 0.49 എന്ന് പറഞ്ഞാൽ 0.49 ഹോൾ റേസ് ടു 1 കിട്ടണം. അപ്പൊ ഇവിടെ ഏതായിരിക്കും? ഈ ബ്രാക്കറ്റിൽ വരുന്ന നമ്പർ ഏതായിരിക്കും? ബ്രാക്കറ്റിൽ വരുന്ന നമ്പർ എന്തായാലും 0.49നെ ഒന്നുകിൽ 1 കൊണ്ട് ഗുണിക്കണം അല്ലെ. 1 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് അത് സെയിം നമ്പർ തന്നെയാണ് വരിക. പക്ഷെ അതല്ല നമുക്ക് കിട്ടേണ്ടത്. 0.49 ഹോൾ റേസ് ടു 1 ആണ് കിട്ടേണ്ടത്. അപ്പൊ ഇങ്ങനെ വരുന്ന കേസിൽ ഇതിന്റെ ഉള്ളിൽ വരുന്ന നമ്പർ ഏതായിരിക്കും? പവർ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ, നമ്പർ സെയിം തന്നെയായിരിക്കും 0.49. അപ്പൊ നമുക്ക് ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും കട്ട് ചെയ്യാം. അതല്ലാന്ന് ഉറപ്പിക്കാം. ഇനി ഇതിന്റെ പവേഴ്സ് നോക്കണം അല്ലെ. പവേഴ്സ് 6നോട് എത്ര ആഡ് ചെയ്താലാണ് 1 കിട്ടുക? 6 പ്ലസ് നമുക്ക് ഇവിടെ 1 കിട്ടേണ്ടത് അല്ലെ. 0.49 എന്ന് പറഞ്ഞത് 0.49 ഹോൾ റേസ് ടു 1 ആണ്. അപ്പൊ 1 കിട്ടണം. 6നോട് എത്ര ആഡ് ചെയ്താലും 1 കിട്ടുക? 6 -5. 6 -5 എന്താ വരിക? 1 അല്ലേ വരിക അല്ലെ. 6 പ്ലസ് -5. അപ്പൊ ഡിഫറൻസ് സൈൻ വരുമ്പോൾ നമ്മൾ മൈനസ് ചെയ്യും, വലുതിന്റെ ചിഹ്നം കൊടുക്കും. ഡിഫറൻസ് സൈൻ ആണ്. 6 പോസിറ്റീവ് ആണ്, 5 മൈനസ് ആണ്, നെഗറ്റീവ് ആണ്. അപ്പൊ മൈനസ് ചെയ്യുക. 6 5 കുറച്ചാൽ 1, എന്നിട്ട് വലുതിന്റെ സൈൻ കൊടുക്കുക. ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. 6 പ്ലസ് -5 എന്ന് പറയുന്നത് 1 ആണ്. 6 പ്ലസ് -5. ഒന്നും കൂടി പറഞ്ഞു തരാം. അതായത് ഇവിടെ ഡിഫറൻസ് സൈൻ ആണ്. ഡിഫറൻസ് സൈൻ വരുമ്പോൾ കുറക്കുക, വലുതെന്ന് ചെറുത് കുറക്കുക. 6 5 കുറച്ചാൽ 1, എന്നിട്ട് വലിയതിന്റെ ചിഹ്നം എന്താണോ അത് കൊടുക്കുക. വലുത് 6 അല്ലേ, 6ന്റെ ചിഹ്നം പ്ലസ് ആണ്. അപ്പൊ +1 എന്ന് വരും. നമുക്ക് 1 അല്ലേ കിട്ടേണ്ടത്. അപ്പൊ ഏതാണ് പവർ ആയിട്ട് കൊടുക്കേണ്ടത്? പവർ ആയിട്ട് -5 ആണ് കൊടുക്കേണ്ടത്. അതായത് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന റൂള് a⁻m into a⁻n എന്ന് നമുക്ക് എങ്ങനെ എഴുതാം? a⁻m + n എഴുതാം കേട്ടോ. പവേഴ്സ് ആഡ് ചെയ്യാം. ബേസ് സെയിം ആണെങ്കിൽ പവേഴ്സ് ആഡ് ചെയ്യാം. ഇവിടെ ബേസ് 0.49 0.49 അങ്ങനെയാണെങ്കിൽ പവേഴ്സ് ആഡ് ചെയ്യാം. 6 + -5 1 എന്ന് കിട്ടും. അപ്പൊ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ബിയും റോങ് ആണ്. ഓപ്ഷൻ ഡി കറക്റ്റ് ആൻസർ. 0.49 ഹോൾ റേസ് ടു -5. ബേസ് നോക്കുക. ബേസ് സെയിം ആണെങ്കിൽ പവേഴ്സ് മാത്രം നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് ഡയറക്റ്റ് നോക്കിയാൽ ഈ 6നെ എങ്ങനെ 1 ആക്കുക നോക്കിയാൽ നമുക്ക് ഇവിടെ ഓപ്ഷനിൽ നോക്കിയാൽ തന്നെ കിട്ടും. അപ്പൊ ബേസ്
0.7 0.7 വരൂല, നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. പിന്നെ 4 9 ആണ്. അപ്പൊ അത് ഏത് ആഡ് ചെയ്താലാണ് 1 കിട്ടുക എന്ന് നോക്കിയാൽ മതി. ഇത് ചെയ്യേണ്ട ഒരാവശ്യമില്ല, നമുക്ക് മനക്കണക്കായിട്ട് ആൻസർ എടുത്ത് എഴുതാൻ പറ്റും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 8.02ന്റെ പകുതി എത്ര? 8.02 ഡയറക്റ്റ് ഹരിക്കുക. 8.02 ഹരിക്കണം 2 എത്ര വരും? 4 2 8. പൂർണ്ണസംഖ്യയുടെ പാർട്ട് കഴിഞ്ഞു അല്ലെ, പോയിന്റ് കൊടുക്കുക. 0 ഹരിക്കാൻ പറ്റുക ഇല്ല, അപ്പൊ 0 അതേപടി എഴുതുക. 2 എത്ര പ്രാവശ്യം? 1 പ്രാവശ്യം. അപ്പൊ ഏതാ ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ലോങ് ഡിവിഷൻ മെത്തേഡും ചെയ്യാം കേട്ടോ. ഹരിക്കണം 2 4 2 8 വരിക. എങ്ങനെയാണോ നിങ്ങൾക്ക് എളുപ്പം അതുപോലെ ചെയ്യുക. 0 വരും അല്ലെ, അപ്പൊ പോയിന്റിന്റെ സ്ഥാനം കഴിഞ്ഞു, പൂർണ്ണസംഖ്യയുടെ സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇട്ട് കൊടുക്കുക. അടുത്ത നമ്പർ എടുത്ത് എഴുതുക. 0 0 2 എടുക്കാൻ പറ്റുക ഇല്ല, അപ്പോൾ അടുത്ത നമ്പർ എടുത്ത് എഴുതുമ്പോൾ ഇവിടെ ഒരു 0 കൊടുത്തു. 2 എത്ര തവണയുണ്ട്? 1 2 2. എത്ര വരും? 0 വരും അല്ലെ. അപ്പോൾ 4.01 ആണ്. 8.02ന്റെ പകുതി 4.01 ആണ്. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ മെത്തേഡൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് നമുക്ക് മനക്കണക്കായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 835.6 മൈനസ് 101.9 പ്ലസ് 2.25 മൈനസ് 173.41 കാണുക. അപ്പൊ ഇവിടെ സെയിം സൈൻ വരുന്നുണ്ട് അല്ലെ. ഏതൊക്കെയാ സെയിം സൈൻ വരുന്നത്? പ്ലസ് വരുന്നത് 2 എണ്ണം ഉണ്ട്. 835.6 2.25. അപ്പൊ അത് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് മൈനസ് വരുന്നുണ്ട് അല്ലെ. മൈനസ് വരുന്ന ഏതൊക്കെയാണ്? 101.9 173.41. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് നമുക്ക് ഏത് ആഡ് ചെയ്യാം? പ്ലസ് വരുന്നത് ആഡ് ചെയ്ത് വെക്കാം അല്ലെ. 835.6 2.25 കൂടി ഒന്ന് ആഡ് ചെയ്യാം. അപ്പൊ എത്ര വരും? ഇവിടെ വേണമെങ്കിൽ നമുക്ക് 0 ഇട്ട് കൊടുക്കാം കേട്ടോ. 5 8.7 3 8 837.85 എന്ന് വരും. 837.85. ഇനി അടുത്ത് നമുക്ക് മൈനസ് ചെയ്തേണ്ടത് അല്ലെ. ഏതൊക്കെയാണ്? 101.9 173.41 ആഡ് ചെയ്യാം കേട്ടോ. 1 3 എത്ര വരും? 5 വരും അല്ലെ. 5 7 2 275.31. ഇത് മൈനസ് സൈൻ വരുന്നതാണ്, ഇത് പ്ലസ് സൈൻ വരുന്നതാണ്. ഇനി എന്ത് ചെയ്യുക? വലുതൊന്ന് ചെറുത് കുറക്കുക. വലുത് 837 ആണ് അല്ലെ. 837 837.85 ഏത് കുറക്കുക? 275.31 മൈനസ് ചെയ്യുക. 5 1 കുറച്ചാൽ 4 വരും. 8 3 കുറച്ചാൽ 5 വരും. പോയിന്റ് 7 2 5 കുറച്ചാൽ 2. 3 7 കുറക്കാൻ പറ്റൂല അല്ലെ. അപ്പൊ ഇത് 13 ആക്കുക. ഇവിടെ 7 വരും. 13 7 കുറച്ചാൽ എത്ര വരിക? 13 7 കുറച്ചാൽ 6 വരും. 7 2 കുറച്ചാൽ 5. 562.54 562.54. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 0.32 ഗുണിക്കണം 0.01 എത്രയാണ്? 0.32 ഗുണിക്കണം 0.01. ഗുണിക്കുമ്പോഴും നമ്മൾ പോയിന്റ് ഒഴിവാക്കിയിട്ട് സംഖ്യ മാത്രം എടുത്ത് എഴുതുക. സംഖ്യ ഇവിടെ 32 ഗുണിക്കണം 1 ആണ് അല്ലെ. 32 ഗുണിക്കണം 1 32 എന്ന് കിട്ടി. അപ്പൊ 32. ഇനി പോയിന്റ് നോക്കുക. ഫസ്റ്റ് സംഖ്യയിൽ എത്ര പോയിന്റിന് ശേഷം എത്ര നമ്പർ ഉണ്ട്? 2 നമ്പർ അല്ലെ. 3 2 നമ്പർ. സെക്കൻഡ് സംഖ്യയിൽ എത്രയുണ്ട്? 0.01 2 നമ്പർ. അപ്പൊ ടോട്ടൽ എത്ര എണ്ണം വരുന്നുണ്ട്? ടോട്ടൽ 4 നമ്പേഴ്സ് വരുന്നുണ്ട് അല്ലെ പോയിന്റിന് ശേഷം. അതുപോലെ ഉത്തരത്തിൽ എത്ര സംഖ്യ വേണം? പോയിന്റിന് ശേഷം 4 സംഖ്യ വേണം. അപ്പൊ ഇവിടെ 2 3 2 സ്ഥാനേ ആയിട്ടുള്ളൂ. 2 സ്ഥാനം കൂടി വേണം. അപ്പൊ എന്ത് ചെയ്യുക? അതിന് കണക്കായിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. 0 ഇട്ട് കൊടുക്കുക. എന്നിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പൊ ഉത്തരം 0.0032 ആണ്. 0.0032. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നമ്പേഴ്സ് മാത്രം ഗുണിക്കുക, അതിനുശേഷം പോയിന്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. 1/2 പ്ലസ് 1/4 എത്രയാണ്? 1/2 പ്ലസ് 1/4 ആണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് നമുക്ക് അറിയുന്നവർക്ക് എങ്ങനെ എഴുതാം? 1/2 എന്ന് പറയുന്നത് അരയാണ്. അര 0.5 ആണ്. 1/4 എന്ന് പറയുന്നത് കാലാണ്. 4 0.25 ആണ്. അപ്പോൾ 0.5 0.25 0.75 എന്ന് എടുത്ത് എഴുതാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എൽസിയം കണ്ടിട്ടും ചെയ്യാം കേട്ടോ. ഇവിടെ എൽസിയം എത്രയാ വരിക?
സെയിം ആക്കിയാൽ മതിയില്ലേ, ഡിനോമിനേറ്റർ സെയിം ആക്കിയാൽ മതി. LCM 4 ആണ് വരിക. അല്ലെങ്കിൽ ക്രോസ് ആയിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. LCM 4 വരിക. അതായത് 2 4 എടുക്കുക. 2 4 2 1 2. അപ്പോൾ 4 LCM വരുന്നത്. അപ്പോൾ LCM 4 വരും. ഇങ്ങനെയാണ് നിങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യാം, അംശം നോക്കുക അല്ലെ. 1/2 ആണ്. 2ന് 2 കൊണ്ട് ഗുണിച്ചാൽ 4 ആകുക. അത് അംശത്തിലും ഗുണിക്കുക. അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ. 2 + 1 അപ്പോൾ എത്ര വരും? 3/4. 3/4. ഇനി നമുക്കിതിനെ ഡയറക്റ്റ് ഹരിക്കുക. 3/4 ഹരിക്കുക. അല്ലെങ്കിൽ നമുക്ക് 10ന്റെ പവേഴ്സ് ആക്കിയിട്ട് അങ്ങനെയും ചെയ്യാം. ഡയറക്റ്റ് ഹരിക്കുന്ന ഇതൊക്കെ ചെറിയ കണക്ക് ഡയറക്റ്റ് ഹരിക്കുന്നതാട്ടോ നല്ലത്. 0.0 വരും അല്ലേ 0.3. അപ്പൊ 30 എത്ര വരും? 7 അല്ലെ. 4 7 28 വരും. ശിഷ്ടം 2 വരും. 20 5 4 20. അങ്ങനെ അത് 0.75 എന്ന് വരും. 0.75 ഹരിച്ചിട്ടും ചെയ്യാം. ഏത് മെത്തേഡ് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. പവേഴ്സ് ആക്കി മാറ്റിയിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. പവേഴ്സ് ആക്കി മാറ്റിയിട്ട് അങ്ങനെയും ചെയ്യാം. അതെങ്ങനെയാ ചെയ്യാം? നമുക്ക് 1/2. 2ന് 1/2 + 1/4 ആണ് അല്ലെ. 2ന് നമുക്ക് 10 ആക്കാം. ഏതുകൊണ്ട് ഗുണിച്ചാൽ മതി? 5 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലെ. അപ്പൊ 5/10 എന്ന് വരും. അതുപോലെ 4നെ നമുക്ക് ഏതാക്കാം? 4നെ എങ്ങനെയാ 10 ആക്കുക? ഏതുകൊണ്ട് ഗുണിച്ചാൽ മതി? 4നെ 10 ആക്കാൻ വേണ്ടിയിട്ട് 25 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലെ. അപ്പൊ 25 എത്ര വരും? 4നെ 10 ആക്കാൻ കഴിയില്ല, 100 ആക്കുക. 100. 25/100. അപ്പൊ ഇത് ഒന്നാമത്തത് 0.5 എന്ന് വരും. അടുത്തത് 0.25. അപ്പൊ ഇങ്ങനെ ആഡ് ചെയ്താൽ എത്രയാണ്? 0.75. ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇങ്ങനെയാലും കുഴപ്പമില്ല. 10ന്റെ പവേഴ്സ് ആക്കി മാറ്റുക. 1/2നെ നമുക്ക് 2നെ 10 ആക്കാൻ കഴിയും. പക്ഷെ 4നെ 10 ആക്കാൻ കഴിയില്ല. 4നെ 100 ആക്കുക. ഏതാണോ നിങ്ങൾക്ക് അറിയുന്ന മെത്തേഡ്, ഇല്ലെങ്കിൽ ഡയറക്റ്റ് ഹരിക്കുക. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെ ചെയ്താലും സെയിം ആൻസർ ആണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5/6.625. 5/6.625 സമം 0.7547 ആയാൽ 5/6625 എത്രയാണ്? 5/6625. അപ്പൊ നമുക്ക് ഈ ഡിനോമിനേറ്ററിൽ വരുന്ന പോയിന്റിനെ ഒഴിവാക്കണം അല്ലെ. പോയിന്റിനെ ഒഴിവാക്കാൻ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കുക? ഫസ്റ്റ് നമുക്ക് 6625 എന്നാക്കണം. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉള്ളത് 6.625. അപ്പൊ 3 സ്ഥാനല്ലേ പോയിന്റിന് ശേഷം. അപ്പൊ ഏതുകൊണ്ട് ഗുണിച്ചാൽ മതി? 1000 കൊണ്ട് ഗുണിച്ചാൽ മതി. അംശത്തിലും ഛേദത്തിലും 1000 കൊണ്ട് ഗുണിച്ചാൽ പോയിന്റ് ഒഴിവാകും. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എടുത്തെഴുതാം? 5/6625. അംശത്തിലും ഛേദത്തിലും ഗുണിക്കണം. ഛേദത്തിൽ 1000 കൊണ്ട് ഗുണിക്കുമ്പോൾ പോയിന്റ് ഒഴിവായി പോകും. അംശത്തിലുള്ള 1000 അതേപടി വെക്കുക. സമം 0.7547 എന്ന് വരും. ഇനി നമുക്ക് ഈ 1000ന്റെ ആവശ്യമില്ല അല്ലെ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 5/6625. ഈ 1000 അധികമാണ് വരുന്നത് അല്ലെ. ഇവിടെ 1000 അധികമാണ്. 1000ത്തിന് നമുക്ക് എന്ത് എഴുതാം? റൈറ്റ് സൈഡിലേക്ക് എടുക്കാം. 1000ത്തിന് റൈറ്റ് സൈഡിലേക്ക് എടുക്കാം. അതായത് 5/6625 സമം 0.7547 ഹരിക്കണം. ഗുണിക്കണം 1000 ആണ്. ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് പോകുമ്പോൾ അത് ഹരിക്കണം 1000 ആയിട്ട് മാറും. ആയോ ആൻസർ? ഈ ഒരു ഓപ്ഷൻ ഒന്നും ഇല്ല അല്ലെ. ഇതേപോലുള്ള ഒരു നമ്പർ ഒന്നും നമുക്ക് കിട്ടി. 5/6625 എന്നത് 0.7547 ഹരിക്കണം 1000. ഈ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ ഒന്നും കൂടി ചേഞ്ച് ചെയ്യണം. ഈ നമ്പറിനെ ഒന്നും കൂടി ചേഞ്ച് ചെയ്യണം. അപ്പൊ ഇവിടെ ഹരിക്കണം 1000 ആണ് അല്ലെ. അപ്പൊ ഹരിക്കണം 1000 എന്ന് പറയുമ്പോൾ പോയിന്റിന് ശേഷം എത്ര സംഖ്യയും കൂടി വേണം? 3 സംഖ്യയും കൂടി വേണം. അപ്പൊ ഇവിടെ നിന്നാണ് പോയിന്റ് ഇട്ട് തുടങ്ങുക? വീണ്ടും ദശാംശ സ്ഥാനത്ത് നിന്നാണോ? ദശാംശ സ്ഥാനം നോക്കണ്ട. അതായത് ഈ 7 5 ഇത് നമ്മൾ പോയിന്റ് ഇടുമ്പോൾ ഇനി ഈ സംഖ്യ നോക്കണ്ട. ഈ സംഖ്യ അതേപടി തന്നെ വരിക. പിന്നെ എവിടെ നിന്നാണ് സ്റ്റാർട്ട്? ഈ 0 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് പൂർണ്ണസംഖ്യയുടെ പാർട്ട് ഏതാണോ അവിടെ നിന്നാണ് വീണ്ടും പോയിന്റ് ഇടേണ്ട ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ പൂർണ്ണസംഖ്യയുടെ പാർട്ട് നിന്നാണ് തുടങ്ങേണ്ടത്. അപ്പൊ നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. നമ്മുടെ പോയിന്റിന് ശേഷമുള്ള നമ്പർ അതേപടി എടുത്ത് എഴുതി വെക്കാം. 7 5 4 7. അപ്പൊ പോയിന്റിന് ശേഷം എത്ര സ്ഥാനം വേണം? 3 സ്ഥാനം വേണം. ഇവിടെ 0 മാത്രമേ ഉള്ളൂ അല്ലെ. പൂർണ്ണസംഖ്യയുടെ പാർട്ട് 0 ആണ്. അപ്പോൾ വേറെ നമ്പർ ഒന്നുമില്ല. നമ്പർ ഉണ്ടെങ്കിൽ അത് എടുത്ത് എഴുതുക. ഇവിടെ 0 ആയതുകൊണ്ട് 3 0 ഇട്ട് കൊടുക്കുക. 0 0 0. വീണ്ടും പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 0.000754 ആയിരിക്കും ആൻസർ വരെ. ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് ഈ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ ചെയ്യാം കേട്ടോ. ഇങ്ങനെ അറിയുന്നവർക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ ഈ പോയിന്റ് ഒഴിവാക്കിയിട്ട് 1000 കൊണ്ട് ഹരിച്ചാൽ മതി. അറിയാത്തവർ ഇതേ സ്റ്റെപ്പ് ചെയ്യുക. ഒരു 3-4 പ്രാവശ്യം എഴുതുമ്പോൾ നമുക്ക് സ്റ്റെപ്പ് ചുരുക്കിയിട്ട് ഒരു ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ എഴുതാൻ പറ്റും.
റൂട്ട് 3249 57 ആണ് എങ്കിൽ റൂട്ട് 3249 പ്ലസ് റൂട്ട് 32.49 പ്ലസ് റൂട്ട് 3,24,900 മൈനസ് റൂട്ട് 0.3249 എത്രയാണ്? അപ്പൊ നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് ചെയ്തു തുടങ്ങാം. ഫസ്റ്റ് വൺ റൂട്ട് 3249 എത്രയാണ് തന്നിട്ടുണ്ട്? നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ 57. അപ്പൊ ഫസ്റ്റ് വൺ കിട്ടി. ഇനി അടുത്തത് റൂട്ട് 32.49. അപ്പൊ പോയിന്റ് ഒഴിവാക്കുക. ഇവിടെ പോയിന്റ് ശേഷം 2 സ്ഥാനമാണുള്ളത്. പോയിന്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഏതുകൊണ്ട് ഹരിക്കുക? 100 കൊണ്ട് ഹരിക്കുക. അപ്പൊ 3249 ഹരിക്കണം 100. പോയിന്റ് ഒഴിവാക്കാൻ 100 കൊണ്ട് ഹരിക്കുക. പോയിന്റ് ശേഷം 2 സ്ഥാനമാണുള്ളത്. ഇനി അംശത്തിന്റെ റൂട്ട് ബൈ ഛേദത്തിന്റെ റൂട്ട്. അംശത്തിന്റെ റൂട്ട് എത്രയാ വരിക? റൂട്ട് 3249 57 തന്നിട്ടുണ്ട്. 57 ബൈ ഛേദത്തിന്റെ റൂട്ട്. ഛേദം റൂട്ട് 100 ആണ്. റൂട്ട് 100 എന്നത് 10 ആണ് അല്ലെ. 57 ബൈ 10 എന്നത് 5.7 ആണ്. 5.7. ഇനി അടുത്തത് നോക്കാം. അടുത്തത് 3,24,900. അപ്പൊ നമുക്ക് അറിയുന്നതാകെ, അതായത് 3249 അറിയാം അല്ലെ. 3 ലക്ഷത്തിന്റെ നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഇതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? രണ്ടിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എടുത്ത് എഴുതിക്കൂടാ. അതായത് 3249 ഗുണിക്കണം 100 എന്ന് എടുത്ത് എഴുതാം. ഗുണിക്കണം 100. 3249 ഗുണിക്കണം 100 എന്നത് 3,24,900 എന്ന് വരും. ഇനി ഇതിന്റെ നമുക്ക് റൂട്ട് കണ്ടുപിടിക്കാം. ഇതിന്റെ റൂട്ട് സെപ്പറേറ്റ്, അതായത് റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി എന്ന് പറയുന്നത് ഒരു എക്സ്പോണൻഷ്യൽ ലോ ആണ്. റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി. ഒരു എക്സ്പോണൻഷ്യൽ ലോ ഉണ്ട്. റൂട്ട് എ ബിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി. സെപ്പറേറ്റ് റൂട്ട് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നമുക്കിവിടെ എങ്ങനെ കണ്ടുപിടിക്കാം? റൂട്ട് 3249 കണ്ടുപിടിക്കുക, റൂട്ട് 100 കണ്ടുപിടിക്കുക. റൂട്ട് 3249 എന്നത് 57 ആണ്. 57 ഗുണിക്കണം റൂട്ട് 100 10. അപ്പൊ എത്ര വരും? 570 എന്ന് വരും അല്ലെ. 570 എന്ന് കിട്ടി. ഇനി അടുത്തത് റൂട്ട് 0.3249. പോയിന്റിന് ശേഷം എത്ര സ്ഥാനമുണ്ട്? 4 സ്ഥാനം അല്ലെ. 3, 2, 4, 9 4 സ്ഥാനം. അപ്പൊ ഏതുകൊണ്ടാണ് ഹരിക്കേണ്ടത്? പോയിന്റ് ഒഴിവാക്കാൻ 10,000 കൊണ്ട് ഹരിക്കുക അല്ലെ. 10,000 കൊണ്ട് ഹരിക്കുക. അപ്പോ റൂട്ട് 3249 ഹരിക്കണം 10,000. അംശത്തിന്റെ റൂട്ട് കണ്ടുപിടിക്കുക, ഛേദത്തിന്റെ റൂട്ട് കണ്ടുപിടിക്കുക. അംശത്തിന്റെ റൂട്ട് എത്രയാണ്? അംശത്തിന്റെ റൂട്ട് 3249 എന്നത് 57 തന്നിട്ടുണ്ട്. 57 ബൈ റൂട്ട് 10,000-ൻ്റെതോ? റൂട്ട് 10,000-ൻ്റെത് എത്ര വരും? 100 വരും അല്ലെ. 100. ഇപ്പൊ 2 ഗ്രൂപ്പ് ആക്കുക. അതൊക്കെ അറിയുന്ന കാര്യം തന്നെയല്ലേ. 57 ബൈ 100. 57 ബൈ 100 എന്നത് പോയിന്റിന് ശേഷം 2 സ്ഥാനം വേണം അല്ലെ. 100-ന് 2 0 ഉണ്ട്. അപ്പൊ പോയിന്റിന് ശേഷം 2 സ്ഥാനം വേണം. അതായത് 0.57 എന്ന് വരും. എല്ലാ നമ്പറും കിട്ടിയല്ലോ. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ 3 അഡീഷൻ ആണ് അല്ലെ. റൂട്ട് 3249 പ്ലസ് റൂട്ട് 32.49 പ്ലസ് റൂട്ട് 3,24,900 അഡീഷൻ ആണ്. പിന്നെ അതിൽ നിന്ന് ലാസ്റ്റത്തെ മൈനസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം അല്ലെ. റൂട്ട് 3249 57 എന്ന് കിട്ടിയിട്ടുണ്ട്. 57. അടുത്തത് റൂട്ട് 32.49 5.7 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലെ. 5.7. അടുത്തത് റൂട്ട് 3,24,900 570 എന്ന് കിട്ടിയിട്ടുണ്ട്. 570 ഒന്ന് ആഡ് ചെയ്യാം. 7 2 എന്ന് വരും. 3 6 632.7 എന്ന് വരും. 632.7 കഴിഞ്ഞോ? ഇല്ല അല്ലെ. അപ്പൊ ആദ്യത്തെ 3 നമുക്ക് കിട്ടി 632.7. അതിൽ നിന്ന് ഫോർത്ത് വൺ മൈനസ് ചെയ്യുക. ഫോർത്ത് വൺ റൂട്ട് 0.3249. അപ്പോൾ 632.7 ഏത് കുറക്കുക? റൂട്ട് 0.3249 കുറക്കുക. റൂട്ട് 0.3249 നമുക്ക് കിട്ടി 0.57 ഒന്ന് കുറക്കുക. അപ്പൊ നമുക്കിതിന് 0.7 ആണ്. അപ്പൊ 0 ഇട്ട് കൊടുക്കാം. 0-ന് 7 കുറക്കാൻ കഴിയില്ല. കടെടുക്കുക. അപ്പൊ ഇവിടെ 10 വരും, 6 വരും. 10-ന് 7 കുറച്ചാൽ 3 വരും. 6-ന് 5 കുറച്ചാൽ 1. 0.23 6 632.13 632.13. ഏത് ഓപ്ഷനാ കറക്റ്റ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് അല്ലെ. 632.13 632.13. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
1/10 സമം 0.1 ആയാൽ 1/10 സമം 0.1 ആയാൽ 10/100ന്റെ ദശാംശ രൂപം. ഇതാരോ ക്വസ്റ്റ്യൻ ഇട്ടിനാവോ അല്ലെ? ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ സെയിം ആണ്. അപ്പോ 1/10 1/10 0.1 10/100 10/100 എന്ന് പറയുന്നത് അത്ര തന്നെയാണ്. ശരിക്ക് 0 ക്യാൻസൽ ചെയ്തു. 1/10 തന്നെയല്ലേ? 1/10 0.1 തന്നെയാണ്. ഇപ്പൊ ആൻസർ സെയിം ആണല്ലേ? അത് എനിക്ക് തോന്നുന്നു പൂജയൊക്കെ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ അവരിട്ടപ്പോഴിങ്ങനെ പ്രിന്റ് ചെയ്തപ്പോഴിങ്ങനെ വന്നതായിരിക്കാം. അപ്പൊ ഓപ്ഷൻ ഉണ്ട് കറക്റ്റ് ആയിട്ട്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 0.1. 0.04 ഹോൾ റേസ് ടു മൈനസ് 1.5ന്റെ വില എത്രയാണ്? പവർ ആണ് 1.5, ഗുണിക്കലല്ല കേട്ടോ. ഘാതം 0.04 ഘാതം മൈനസ് 1.5 ഹോൾ റേസ് ടു മൈനസ് 1.5. അപ്പൊ നമുക്ക് അതിനു മുന്നേ ഒരു എക്സ്പോണൻഷ്യൽ ലോ അറിയണം. എക്സ്പോണൻഷ്യൽ ലോ എ റേസ് ടു എമ്മിനെ നമുക്ക് എങ്ങനെ എ റേസ് ടു മൈനസ് എമ്മിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/a റേസ് ടു എം എന്ന് എഴുതാം. 1/a റേസ് ടു എം. എ റേസ് ടു മൈനസ് എം സമം 1/a റേസ് ടു എം. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? മൈനസ് 1.5 ആണ്. അപ്പൊ അതിനെ നമുക്ക് 1/0.04 ഹോൾ റേസ് ടു 1.5 എന്ന് എഴുതാം അല്ലെ? ഹോൾ റേസ് ടു 1.5. ഈ 1.5 എന്ന് പറയുന്നത് എത്രയാണ്? 1 പ്ലസ് 0.5 ആണല്ലോ. 1 പ്ലസ് 0.5, അതായത് 0.5 എന്ന് പറയുന്നത് എത്രയാണ്? 0.5 എന്ന് പറയുന്നത് 1/2 ആണ് അല്ലെ? 1/2 ആണ്. 1 പ്ലസ് 1/2. അതിനെ ഞാൻ ഒന്നും കൂടി അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാണ്. 1/0.04 ഹോൾ റേസ് ടു 1 പ്ലസ് 0.5 ആണ്. 1.5 എന്നത് 1 പ്ലസ് 0.5 ആണ്. ആ 0.5നെ 1/2 എന്ന് എഴുതാം. 1 പ്ലസ് 1/2. ഇനി വേറൊരു എക്സ്പോണൻഷ്യൽ ലോ ഉണ്ട്. എ റേസ് ടു എം പ്ലസ് എൻ. എ റേസ് ടു എം പ്ലസ് എന്നിനെ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ. പവർ ഡിഫറെന്റ്, ബേസ് സെയിം ആണെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എടുത്ത് എഴുതാം? ഇതിനെ 1/0.04 ഹോൾ റേസ് ടു 1 ഇൻറ്റു 0.04 ഹോൾ റേസ് ടു 1/2. ഈ ഹോൾ റേസ് ടു 1/2 എന്നത് സ്ക്വയർ റൂട്ട് ആട്ടോ. അതായത് റൂട്ട് എക്സ് ആണ് എക്സ് റേസ് ടു 1/2 എന്ന് എടുത്ത് എഴുതുന്നത്. എക്സ് റേസ് ടു 1/2നെ റൂട്ട് എക്സ് എന്ന് എടുത്ത് എഴുതാം. അപ്പൊ നമുക്ക് നമ്മുടെ കയ്യിലുള്ള സാധനത്തിനെ എങ്ങനെ എടുത്ത് എഴുതാം? 0.04 ഹോൾ റേസ് ടു 1 എടുത്ത് എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. ഇൻറ്റു ഇതിനെ നമുക്ക് റൂട്ട് 0.04 എന്നെടുത്ത് എഴുതാം. ഇനി നമുക്ക് ഫസ്റ്റ് നമ്പർ 0.04 പിന്നെ അതിന്റെ റൂട്ടുമാണ്. അപ്പൊ നമുക്ക് പോയിന്റ് ഒഴിവാക്കാം. പോയിന്റ് ഒഴിവാക്കാൻ ഏതുകൊണ്ട് ഹരിക്കുക? എത്ര ദശാംശ സ്ഥാനം ഉണ്ടോ അത്രയും 10ന്റെ പവേഴ്സ് കൊണ്ട് ഹരിക്കുക അല്ലെ? ഇവിടെ 0.04 ആണ് ഫസ്റ്റ്. അപ്പൊ ഏതുകൊണ്ട് ഹരിക്കുക? 100 കൊണ്ട് ഹരിക്കുക. അപ്പൊ അതങ്ങനെ മാറും? 4/100 എന്നാകും. ഇനി അടുത്തത് റൂട്ടിന്റെ ഉള്ളിലുള്ളതാണ്. റൂട്ടിന്റെ ഉള്ളത് 0.04 ആണ്. 0.4 2 ദശാംശ സ്ഥാനമാണുള്ളത്. അപ്പൊ ഏതുകൊണ്ട് ഹരിക്കുക? 100 കൊണ്ട് ഹരിക്കുക. സമം 1/4/100 ഗുണിക്കണം റൂട്ടിൻ്റെത് അല്ലെ? അംശത്തിന്റെ റൂട്ട് ബൈ ഛേദത്തിന്റെ റൂട്ട്. റൂട്ട് 4 2 ബൈ റൂട്ട് 100 10 10. ഇനി നമുക്ക് ഇവിടുന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. എങ്ങനെ എടുത്ത് എഴുതാം ഇതിനെ? 1 ഹരിക്കണം 4/100 ഗുണിക്കണം 2/100. ഇതിനെങ്ങനെ വരും? 100/4 ഗുണിക്കണം 10/2 അല്ലെ? ഹരിക്കല് റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ സിംപ്ലിഫൈ അല്ലെ താഴെ തന്നെ സിംപ്ലിഫൈ ചെയ്യാം കേട്ടോ. 2ഉം 5 വരും അല്ലെ? 5 4 ചെയ്യുമ്പോഴോ 2 4 8 5 25 ഗുണിക്കണം 5. 25 ഗുണിക്കണം 5 എത്രയാണ് വരിക? 125 എന്ന് വരും അല്ലെ? 125. 25 ഗുണിക്കണം 5 125. അപ്പൊ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 125. റൂട്ട് 0.111 ഗുണിക്കണം റൂട്ട് 0.44 എക്സെട്ര അതിന് തുല്യമായതാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് റൂട്ട് 0.111 എക്സെട്ര ഗുണിക്കണം 0.444 എക്സെട്ര. ഇതിന് റെക്കറിംഗ് ഫോംസ് എന്നാ പറയാ അല്ലെ? തുടർച്ചയായ ഭിന്നസംഖ്യകൾ. 9ാം ക്ലാസ്സിൽ വരുന്ന ടോപ്പിക് ആട്ടോ. 9ാം ക്ലാസ്സിൽ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോസ്
തൊട്ട് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഈ ഡെസിമൽ നമ്പറിന്റെ ക്ലാസ് 14 തോന്നുന്നു. ക്ലാസ് 14. ആ 14ാമത്തെ വീഡിയോസിൽ ഈ റെക്കറിംഗ് ഫോംസ് 14, 13 ഡൗട്ട് ഉണ്ട്. അതില് റെക്കറിംഗ് ഫോംസ് തുടർച്ചയായ ഭിന്നസംഖ്യകളുടെ ഡീറ്റെയിൽഡ് ക്ലാസ് ഉണ്ട്. അതിൽ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് പോയിട്ട് കാണുക. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? റൂട്ട് എ ബി. റൂട്ട് എ ബിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി എന്ന് എഴുതാം അല്ലെ. റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി. അപ്പൊ ഇത് നമുക്ക് ഓരോന്നിനും സെപ്പറേറ്റ് റൂട്ടായിട്ട് എടുത്ത് എഴുതാം. റൂട്ട് 0.111 എക്സെട്ര ഇൻറ്റു റൂട്ട് 0.444 എക്സെട്ര. ഇപ്പൊ റൂട്ട് 0.111 എക്സെട്ര അതിനെ എങ്ങനെ എഴുതാം? റൂട്ട് എത്രയാ വരിക? 0.111 എക്സെട്ര 1/9 ആണ് അല്ലെ. 1/9 അതിന്റെ റൂട്ട് ഇൻറ്റു റൂട്ട് 0.444 എക്സെട്ര എങ്ങനെ എഴുതാം? 4/9 ആയിട്ട് എഴുതാം അല്ലെ. 4/9 റൂട്ട് 1/9. അപ്പൊ അംശത്തിന്റെ റൂട്ട് ബൈ ഛേദത്തിന്റെ റൂട്ട്. റൂട്ട് 1 എന്ന് പറയുന്നത് 1 ആണ്. റൂട്ട് 9 എന്ന് പറയുന്നത് 3 ഗുണിക്കണം റൂട്ട് 4 എന്ന് പറയുന്നത് 2 ആണ്. റൂട്ട് 9 എന്ന് പറയുന്നത് 3. അപ്പോൾ ഗുണിക്കുക അല്ലെ. അതെ 1 ഗുണിക്കണം 2 2 ബൈ 3 ഗുണിക്കണം 3 9. 2/9. 2/9 ഓപ്ഷനിലുണ്ടോ? ഇല്ല അല്ലെ. ഈ 2/9ന്റെ ദശാംശ സ്ഥാനം എങ്ങനെ എഴുതാം? 9 വന്നു അല്ലെ. അപ്പൊ റെക്കറിംഗ് ഫോം ആണ് 0.222 എക്സെട്ര. അപ്പൊ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 57 പ്ലസ് 61 പ്ലസ് 65 പ്ലസ് 69 പ്ലസ് 73 പ്ലസ് 77 ഹരിക്കണം 30. ഇപ്പൊ എന്ത് ചെയ്യുക? ഡയറക്റ്റ് അംശങ്ങളുടെ സംഖ്യകളെല്ലാം കൂട്ടിയാൽ നമുക്ക് വരുന്നത് 57 പ്ലസ് 61 പ്ലസ് 65 പ്ലസ് 69 പ്ലസ് 73 പ്ലസ് 77 402 ആണ്. 402 ഹരിക്കണം 30. 402 ഹരിക്കണം 30. ഡയറക്റ്റ് ഹരിക്കുക അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്യുക കേട്ടോ. ഏതാണോ നിങ്ങൾക്ക് അറിയുന്ന മെത്തേഡ് അത് ചെയ്യാം. ഹരിക്കണം 30. 40ൽ ഒരു തവണ അല്ലെ 30 വന്നു. ബാക്കി ശിഷ്ടം 10 വന്നു. 102ലോ 3 തവണ അല്ലെ 90 വന്നു. 2 എത്ര വരും? 10 1 വരും അല്ലെ 12 വരും. അപ്പോൾ പോയിന്റ് ഇട്ട് കൊടുക്കുക, ഒരു 0 ഇട്ട് കൊടുക്കുക. 120ൽ എത്ര തവണ വരും? 4 തവണ അല്ലെ. 4 3 12 120. അപ്പൊ എത്രയാ വരിക ആൻസർ? 13.4. 13.4 ആണ് ഹരിച്ചാക്കിയിട്ട്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 13.4. 8/125 തുല്യമായത് ഏത്? 8/125 തുല്യമായത് 8/125. എങ്ങനെയാ ചെയ്യുക? 8/125 ഡയറക്റ്റ് ഹരിക്കാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഡയറക്റ്റ് ഹരിക്കുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ. നമുക്ക് ഈ 125നെ 10ന്റെ പവേഴ്സ് ആക്കി മാറ്റണം. 125നെ 10ന്റെ പവേഴ്സ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. 5 25 വരും. 5 5. അപ്പോൾ 8/5 ഗുണിക്കണം 5 ഗുണിക്കണം 5. ഇതൊക്കെ മനക്കണക്കായിട്ട് ചെയ്യുക കേട്ടോ. കുറെ ഇത് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് ഇതിന് 8 കൊണ്ടാ ഗുണിക്കേണ്ടതെന്ന് കിട്ടും. അപ്പൊ അത് അറിയാത്തവർക്കാണ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ടത്. ഇനി ഈ 5നെ 10 ആക്കണം അല്ലെ. അപ്പൊ ഏതുകൊണ്ട് ഗുണിക്കുക? 2 കൊണ്ട് ഗുണിക്കുക. അപ്പൊ അംശത്തിലും 2 കൊണ്ട് ഗുണിക്കുക. അടുത്ത 5നെ 10 ആക്കണം. അപ്പൊ വീണ്ടും ഒരു 2 കൊണ്ട് ഗുണിക്കുക, 2 കൊണ്ട് ഗുണിക്കുക. അടുത്ത 5നെ 10 ആക്കണം. 2 കൊണ്ട് ഗുണിക്കുക, 2 കൊണ്ട് ഗുണിക്കുക. അപ്പോ അംശം എത്ര വരും? 8 8 64 എന്ന് വരും അല്ലെ. 64 ഇനി ഛേദം 1 5ഉം 1 2ഉം 10. അടുത്ത 5ഉം അടുത്ത 2ഉം 10. അടുത്ത 5ഉം അടുത്ത 2ഉം 10. 64/1000 എന്ന് വരും. 64/1000 എത്രയാണ് വരുന്നത്? 0.30 ആണുള്ളത് അല്ലെ. അപ്പൊ 3 സ്ഥാനം വേണം. 064 064 0.064. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് ഡയറക്റ്റ് ചെയ്യാം കേട്ടോ. ഈ സ്റ്റെപ്പ് ഒന്നും എടുത്ത് എഴുതേണ്ട ആവശ്യമില്ല. 125നെ ഏതുകൊണ്ട് ഗുണിച്ചാലാണ് 1000 ആവുക എന്നറിയാം? 125. 125നെ 8 കൊണ്ട് ഗുണിക്കുക അല്ലെ. 8 കൊണ്ട് ഗുണിക്കുക. അപ്പൊ ഡയറക്റ്റ് 64/1000 എന്ന് കിട്ടും. 64/1000 എന്ന് പറയുന്നത് 0.064 ആണ്. ഡയറക്റ്റ് ചെയ്യാം കേട്ടോ. അതറിയാത്തവർ ഇങ്ങനെ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കുറച്ച് ക്ലിയർ കുറവുണ്ടല്ലേ. അപ്പൊ പിന്നെ സ്ക്രീൻഷോട്ട് ചെയ്തെടുത്തോണ്ട കേട്ടോ. 122.992 മൈനസ് ഒരു നമ്പർ സമം 57.76 പ്ലസ് 31. ഈ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യാ?
അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും സിംപ്ലിഫൈ ചെയ്ത് വെക്കാം. ഇവിടെ നമുക്ക് ഏത് റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡിൽ ഒരു നമ്പറേ ഉള്ളൂ അല്ലെ, റൈറ്റ് സൈഡ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 57.76 പ്ലസ് 31.1, 57.76 പ്ലസ് 31.1 നമുക്ക് കൂട്ടിയാൽ കിട്ടുക 88.86 കേട്ടോ. 88.86 കൂട്ടി നോക്കാൻ വേണമെങ്കിൽ അല്ലേ. 57.76 31.1 6 8.88 88.86 എന്ന് കിട്ടി. ഇനി നമുക്ക് 122.992 മൈനസ് ഒരു നമ്പർ സമം 88.86. അപ്പൊ നമുക്ക് ആ നമ്പർ കിട്ടാൻ എന്നാ വേണ്ടത്? ഈ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് 122 88.86 ഒന്ന് മൈനസ് ചെയ്താൽ മതി. 122.992 88.86 ഒന്ന് മൈനസ് ചെയ്യുക. 2 0 കുറച്ചാൽ 2, 9 6 കുറച്ചാൽ എത്രയാണ്? 3 വരും. 9 8 കുറച്ചാൽ 1 പോയിന്റ്. 2 8 കുറക്കാൻ പറ്റുക? ഇല്ല അല്ലെ. അപ്പോൾ ഇത് 12 ആകും. ഇവിടെ 1 വരും. 12 8 കുറച്ചാൽ 4 വരും. 11 8 കുറച്ചാൽ എത്രയാ വരിക? 11 8 കുറച്ചാൽ 3. 34.132. 34.132. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 34.132. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 6.3 ഗുണിക്കണം 6.3 പ്ലസ് 2 ഗുണിക്കണം 6.3 ഗുണിക്കണം 3.7 പ്ലസ് 3.7 ഗുണിക്കണം 3.7ന്റെ മൂല്യം എത്രയാണ്? ഗുണിക്കലല്ലേ, ഗുണിച്ചിട്ട് നമ്മുടെ പകുതി സമയം 1/4 മണിക്കൂർ അങ്ങനെ പോകും. പക്ഷെ ഇവിടെ ഗുണിക്കേണ്ട ഒരാവശ്യവും വരുന്നില്ല, ഒരു ഐഡന്റിറ്റി ഉണ്ട്. ആ ഐഡന്റിറ്റി അറിയെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. a+b² നമ്മുടെ മുന്നേ ചിന്തിച്ചിട്ടുണ്ടല്ലോ ഈ a+b² എന്തിനാന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്നുണ്ട്. a² + 2ab + b². പക്ഷെ എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? ഇത് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. ഏരിയന്റെ അപ്ലിക്കേഷൻ ആണ് a+b² എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് a+b² എക്സ്പാൻഷൻ എന്താണ്? a² + 2ab + b². അപ്പൊ ഇവിടെ a² എന്ന് പറയുന്നത് a × a ആണ് അല്ലെ. a × a + 2ab + b² എന്ന് പറയുന്നത് b × b. ഇതും നമ്മുടെ ക്വസ്റ്റ്യനുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഇത് നമ്മുടെ ക്വസ്റ്റ്യനുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? a × a, അതായത് 6.3 ഗുണിക്കണം 6.3. പിന്നെ 2ab ആണ്. 2 × 6.3 ഗുണിക്കണം 3.7. പിന്നെ b² ആണ്, അതായത് b × b. 3.7 × 3.7. ഇതിനെ എങ്ങനെ എഴുതാം? a+b² എന്ന് എഴുതിക്കൂടെ? ഇവിടെ a എന്ന് പറയുന്നത് 6.3 ആണ് അല്ലെ. a എന്ന് പറയുന്നത് 6.3 ആണ്. അപ്പോൾ 6.3 പ്ലസ് b എന്ന് പറയുന്നത് 3.7 ആണ്. 3.7 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഹോൾ സ്ക്വയർ ആഡ് ചെയ്യുക. 6.3 3.7 7 3 10 0, ബാക്കി 1 വരും. 7 7 3 10. എത്രയാ വരിക? അപ്പോൾ 10². 10² എന്നാ വരിക. 10ന്റെ സ്ക്വയർ എത്രയാണ്? 100. 10ന്റെ സ്ക്വയർ ആണ് 100. അല്ലാതെ നമുക്ക് ഇത് ആഡ് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും നിൽക്കണ്ട. ഡയറക്റ്റ് ഒരു സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 100 ആണ് വരുന്നത്. അടുത്തത് നോക്കാം. 1/5 പ്ലസ് 1/4 പ്ലസ് 3/10 തുല്യമായ ദശാംശ സംഖ്യ ഇതിലേതാണെന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഡിനോമിനേറ്റർ 10ന്റെ പവേഴ്സ് ആക്കിയിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഡിനോമിനേറ്റർ 1/5 പ്ലസ് 1/4 പ്ലസ് 3/10. 3/10 ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അതേപടി വെക്കുക. ബാക്കി 2 നമ്പറിനെയും ചേഞ്ച് ചെയ്താൽ മതി. ഈ 5നെ ഏതുകൊണ്ട് ഗുണിച്ചാലാ 10 ആവുക? 2 കൊണ്ട് ഗുണിക്കുക അല്ലെ. അപ്പൊ അംശത്തിലും ഛേദത്തിലും 2 കൊണ്ട് ഗുണിക്കുക. 2/10 എന്ന് വരും അല്ലെ. 1 ഗുണിക്കണം 2 2, 5 ഗുണിക്കണം 2 10. പ്ലസ് ഇനി 4നെ നമുക്ക് 10 ആക്കാൻ പറ്റുക? ഇല്ല അല്ലെ. 4നെ 100 ആക്കാം. ഏതുകൊണ്ട് ഗുണിക്കുക? 4നെ 100 ആക്കാൻ ഇതൊക്കെ ഇതിന്റെ ഡീറ്റെയിൽഡ് എങ്ങനെയാണ് നമ്മൾ 100 ആക്കുക എന്നൊക്കെ ഡീറ്റെയിൽഡ് ക്ലാസ് കഴിഞ്ഞ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് പോയിട്ട് കാണാം. 25 കൊണ്ട് ഗുണിച്ചാൽ മതി. 5ന്റെ സ്ക്വയർ കൊണ്ട് ഗുണിച്ചാൽ മതി. 4 എന്ന് പറയുന്നത് 2² ആണ്. അപ്പോൾ 5² കൊണ്ട് ഗുണിക്കുക. 5² 25 ആണ്. 25/4 ഗുണിക്കണം 25 100 എന്ന് വരും. പ്ലസ് 3/10. 2/10 എന്നത് 0.2 ആണ്. 25/100 0.25 ആണ്. 3/10 0.3 ആണ്. എല്ലാം കൂടി ആഡ് ചെയ്യുക. 0.2 0.25 0.3 5 3 2 5 7 0.75 ആണ്. ആഡ് ചെയ്താൽ വരിക 0.75. 0.75 ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഡയറക്റ്റ് ഹരിച്ചിട്ടും കണ്ടുപിടിക്കുക കേട്ടോ. ഡയറക്റ്റ് ഹരിച്ചിട്ടും കണ്ടുപിടിക്കാം.
√3.6 ഇൻറ്റു √6.4 എത്രയാണ്? √3.6 ഇൻറ്റു √6.4. അപ്പോൾ √3.6 പോയിന്റ് ശേഷം ഒരു നമ്പർ അല്ലേ, അപ്പോൾ റൂട്ട് എങ്ങനെ കളയാ? റൂട്ട് കളയാൻ വേണ്ടി ഏതുകൊണ്ട് ഹരിച്ചാൽ മതി? 36/10 കൊണ്ട് ഹരിച്ചാൽ മതി അല്ലെ, പോയിന്റ് ശേഷം ഒരു നമ്പർ ആയതുകൊണ്ട്. ഇൻറ്റു √6.4 64/10 എന്ന് എടുത്ത് എഴുതാം. പോയിന്റ് ശേഷം ഒരു സംഖ്യ ആയതുകൊണ്ട് ഹരിക്കുക, പോയിന്റ് ഒഴിവാക്കി പോകും. അപ്പൊ ഇവിടെ അംശത്തിന്റെ റൂട്ട് ബൈ ഛേദത്തിന്റെ റൂട്ട്. അംശത്തിന്റെ റൂട്ട് എന്ന് പറയുമ്പോൾ √36 ഛേദത്തിന്റെ റൂട്ട് √10 ഇൻറ്റു ഇതേപോലെ തന്നെ √64 √10. √36 എന്ന് പറയുമ്പോൾ 6 36 ആണ് അല്ലെ, 6/√10 എന്ന് വരും. √10 നമുക്ക് അറിയില്ല. 64ന്റെ 8 64 ആണ്, 8/√10 എന്ന് വരും. പിന്നെ നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട്, √a ഇൻറ്റു √a. √a ഇൻറ്റു √a എന്ന് പറയുന്നത് a തന്നെയാണ് അല്ലെ, √a ഇൻറ്റു √a a തന്നെയാണ്. അപ്പൊ ഇവിടെ നമുക്ക് √10 ഇൻറ്റു √10 എങ്ങനെ എഴുതാം? √10 എന്ന് എടുത്ത് എഴുതാം അല്ലെ. 6 ഗുണിക്കണം 8/10. √a ഇൻറ്റു √a എന്ന് പറയുന്നത് a ആണ്. അപ്പൊ ഇവിടെ √10 ഇൻറ്റു √10, √10 ഇൻറ്റു √10 10 ആണ്. ഇനി നമുക്കിവിടെ എന്ത് ചെയ്യാം? പോയിന്റാ വേണ്ടത് അല്ലെ, അപ്പൊ 10ന് അതേപടി വെച്ചാൽ മതി. 6 × 48, 48/10, 48/10 എത്രയാണ്? 4.8 ആണ്, 4.8. ഏതാ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, 4.8. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1/5 പ്ലസ് 2/5 സ്ക്വയർ പ്ലസ് 3/5 ക്യൂബിന്റെ ദശാംശ രൂപം കണ്ടുപിടിക്കുക. അപ്പൊ എന്ത് ചെയ്യുക? പവേഴ്സിനെയൊക്കെ 10ന്റെ പവേഴ്സ് ആക്കി മാറ്റുക അല്ലെ, 10ന്റെ പവേഴ്സ് ആക്കി മാറ്റുക. 1/5 ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ വന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആട്ടോ. 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, 9ാം ക്ലാസ്സിലെ 6ാം ക്ലാസ്സിലാണ് വരുന്നത്. പ്ലസ് 3/5 ക്യൂബ്. അപ്പൊ നമുക്ക് 5നെ ഏതുകൊണ്ട് ഗുണിച്ചാൽ 10 ആകുക? 2 കൊണ്ട് ഗുണിക്കുക അല്ലെ, അംശത്തിലും ഛേദത്തിലും ഗുണിക്കുക. അംശത്തിലും ഛേദത്തിലും ഗുണിച്ചാൽ 1 ഗുണിക്കണം 2, 2 2/10 എന്ന് വരും. അതുപോലെ 5 സ്ക്വയർ ഇനെങ്ങനെയാ ആക്കുക? 2 സ്ക്വയർ കൊണ്ട് ഗുണിച്ചാൽ 10 സ്ക്വയർ ആകും അല്ലെ, 10 സ്ക്വയർ എന്ന് പറയുന്നത് 100 ആണ്. അപ്പൊ അംശത്തിലും ഛേദത്തിലും 2 സ്ക്വയർ കൊണ്ട് ഗുണിക്കുക. ഇൻറ്റു 2 സ്ക്വയർ ബൈ 5 സ്ക്വയർ ഇൻറ്റു 2 സ്ക്വയർ എന്ന് വരും അല്ലെ, 2 സ്ക്വയർ. അതായത് 5 സ്ക്വയർ എന്ന് പറയുമ്പോൾ 25, 25 ഇൻറ്റു 4 100 വരും. പ്ലസ് അതുപോലെ 5 ക്യൂബ്. 5 ക്യൂബിനെ എങ്ങനെയാ? 5 ക്യൂബിനെ 100 ആക്കാൻ പറ്റൂല, 1000 ആക്കാൻ പറ്റൂല അല്ലെ. അപ്പൊ ഏതുകൊണ്ട് ഗുണിക്കുക? 2 ക്യൂബ് കൊണ്ട് ഗുണിക്കുക. 3 ഗുണിക്കണം 2 ക്യൂബ് ബൈ 5 ക്യൂബ് ഗുണിക്കണം 2 ക്യൂബ്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എടുത്തെഴുതാം? 2/10 പ്ലസ് 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 2 സ്ക്വയർ, 2 സ്ക്വയർ 4, 4 ഇൻറ്റു 2 8 എന്ന് വരും. 8/5 സ്ക്വയർ ഇൻറ്റു 2 സ്ക്വയർ, 5 ഇൻറ്റു 2 10, 10ന്റെ സ്ക്വയർ 100. പ്ലസ് 3 ഇൻറ്റു 2 ക്യൂബാണ്, 2 ക്യൂബ് 8, 3 8 24, 24/5 ഇൻറ്റു 2 എത്രയാണ്? 10. 10 ക്യൂബ് എന്ന് പറയുമ്പോൾ 10 ഗുണിക്കണം 10 ഗുണിക്കണം 10 എത്രയാണ് വരിക? 1000 വരും. അപ്പോൾ 2/10 എന്ന് പറയുന്നത് 0.2 ആണ്. പ്ലസ് 8/100 എന്നത് 0.08 അല്ലെ, 2 സ്ഥാനം വേണം, അതുകൊണ്ടാണ് 0.8 എന്ന് കൊടുത്തത്. അടുത്തത് 3 സ്ഥാനം വേണം, എത്ര വരും? 0.024 എന്ന് വരും. ഒന്ന് ആഡ് ചെയ്യുക. 0.2, 0.08, 0.024. ഏടേതാൽ എത്രയാ വരിക? 4, 8 2 10 0, 3 വരും അല്ലേ. 0.0 ആഡ് ചെയ്താൽ 0.304, 304. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, 0.304, 0.304. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിനെ 10ന്റെ പവേഴ്സ് ആക്കി മാറ്റുക കേട്ടോ. ഡിനോമിനേറ്ററിനെ 10ന്റെ പവേഴ്സ് ആക്കി മാറ്റിയാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതിനുള്ള ട്രിക്സ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഏത് വീഡിയോ എന്ന് ഓർമ്മയില്ല, ഒരു പിന്നെ 10, 11, 12 ആണെന്ന് തോന്നുന്നു. അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഇതിനെ 10ന്റെ പവേഴ്സ് ആക്കി മാറ്റുക. ഒത്തിരി ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് പോയിട്ട് കാണാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 0.36 ഗുണിക്കണം 6.25 ഹരിക്കണം 0.5 ഗുണിക്കണം 0.5 ഗുണിക്കണം 0.06 സമം എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. 0.36 ഗുണിക്കണം 6.25 ബൈ 0.5 ഗുണിക്കണം 0.5 ഗുണിക്കണം
0.06 ആണല്ലേ, 0.06. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മുകളിലും താഴെയുള്ള ദശാംശ സ്ഥാനങ്ങൾ ആഡ് ചെയ്യാം. ആദ്യം ദശാംശ സ്ഥാനത്തിനൊക്കെ മാറ്റിയിട്ട് നമ്പേഴ്സ് ആക്കി മാറ്റണം. അപ്പോൾ മുകളിൽ 3 0.36 2 ദശാംശ സ്ഥാനം, 6.25 2 ദശാംശ സ്ഥാനം. ടോട്ടൽ എത്ര ദശാംശ സ്ഥാനമുണ്ട്? 4 ദശാംശ സ്ഥാനം. ഇനി ഛേദത്തിൽ നോക്കാം, 1 1 2. ടോട്ടൽ എത്ര എണ്ണം വന്നു? ടോട്ടൽ നമുക്ക് എത്ര എണ്ണം വന്നു? 4 ദശാംശ സ്ഥാനം അല്ലേ. അപ്പൊ അംശത്തിലും 4 ഛേദത്തിലും 4. അംശത്തിലും ഛേദത്തിലും തുല്യ ദശാംശ സ്ഥാനമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ദശാംശത്തെ ഒഴിവാക്കിയിട്ട് സംഖ്യ മാത്രം എടുത്തെഴുതാം. സംഖ്യ 36 അല്ലെ, 0.36 36 എന്ന് എഴുതാം. 6.25 625 ബൈ 0.5 5, അടുത്തത് 0.5 5, 0.06 0.6 എന്നുള്ള നമ്പർ ഇല്ല അല്ലെ, അപ്പോൾ നമുക്ക് 6 എന്ന് എടുത്ത് എഴുതാം. ഇനി നമുക്ക് ഡയറക്റ്റ് സിംപ്ലിഫൈ ചെയ്യാം. 6 6 36 6 6 36 5 കൊണ്ട് ചെയ്യുമ്പോൾ 1 5 5 2 5 10 5 5 25. വീണ്ടും 5നെ കൊണ്ട് ചെയ്യാം. 2 5 10 5 5 25. അതായത് 6 ഗുണിക്കണം 6 ഗുണിക്കണം 25 എന്ന് വരും. 6 ഗുണിക്കണം 25 എത്രയാണ്? 150 അല്ലേ, 150. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, 150. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് അംശത്തിലും ഛേദത്തിലും പോയിന്റിന്റെ സ്ഥാനം നോക്കുക. അംശത്തിലും ഛേദത്തിലും പോയിന്റിന് ശേഷം തുല്യ നമ്പേഴ്സ്, ആ പോയിന്റുകളുടെ എണ്ണം തുല്യമാണെങ്കിൽ, ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം തുല്യമാണെങ്കിൽ ആ പോയിന്റൊക്കെ ഒഴിവാക്കിയിട്ട് സംഖ്യയായിട്ട് എടുത്തെഴുതാൻ പറ്റും. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്താൽ ആൻസർ കിട്ടും. ഇനി പോയിന്റ് അധികമാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യാന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാം ഇതുവരെ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു 40 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. അതിനും ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. അത് നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെക്ഷനിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അടുത്തൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. താങ്ക് യു.